കേരള സർവകലാശാല സസ്പെൻഷൻ വിവാദത്തിൽ വീണ്ടും സമവായ നീക്കവുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. വി.സി. മോഹനൻ കുന്നുമ്മലുമായി മന്ത്രി ഫോണിൽ സംസാരിച്ചു. രജിസ്ട്രാറുടെ സസ്പെൻഷൻ അംഗീകരിക്കാതെ സമവായം സാധ്യമല്ല എന്നാണ് വി.സി. പറഞ്ഞിരിക്കുന്നത്. അതേസമയം താൽക്കാലിക രജിസ്ട്രാർ മിനി കാപ്പൻ നൽകിയ യൂണിവേഴ്സിറ്റി യൂണിയൻ ഫണ്ടിനുള്ള അപേക്ഷ വി.സി. അംഗീകരിച്ചു. വി.സിയുടെ നിർദ്ദേശം ലംഘിച്ച് അനിൽകുമാറിന് ഫയലുകൾ നൽകിയ സംഭവത്തിൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ പേരുകൾ റിപ്പോർട്ട് ചെയ്യാനും വി.സി. നിർദ്ദേശം നൽകി. ഹാൻസ് ജോൺ ചേരുന്നു വിവരങ്ങളുമായി. ഹാൻസ്, സമവായ നീക്കം പാളിയിരിക്കുകയാണ്. ഇനി എന്താണ് സർക്കാരിന്റെ തുടർ നീക്കം? വി.സി. പറയുന്ന കാര്യങ്ങളിൽ അംഗീകരിക്കുമോ സർക്കാർ? ലക്ഷ്മി, കേരള സർവകലാശാലയിലെ സസ്പെൻഷൻ വിവാദവുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മേല്. കഴിഞ്ഞ ദിവസം സർവകലാശാല യൂണിയന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ആവശ്യപ്പെട്ട് രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ അപേക്ഷ വി.സി. നിരാകരിച്ചിരുന്നു. പകരം താൽക്കാലിക രജിസ്ട്രാറായിട്ടുള്ള മിനി കാപ്പൻ നൽകിയ അപേക്ഷ വി.സി. പാസാക്കി. ഇതിനിടയിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു വൈസ് ചാൻസലറെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടത്. സർവകലാശാലയിലെ പ്രശ്നപരിഹാരത്തിന് അടിയന്തരമായി ഇടപെടണമെന്നും സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്നും മന്ത്രി വൈസ് ചാൻസലറോട് ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി അംഗീകരിക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തന്നെ മന്ത്രിയോട് സംസാരിച്ചതിന് പിന്നാലെ ഇന്ന് വൈസ് ചാൻസലർ സർവകലാശാല ആസ്ഥാനത്തെത്തി. പക്ഷേ SFIയുടെ പ്രതിഷേധമുണ്ടായില്ല. സർക്കാർ വിഷയത്തിൽ ഇടപെട്ടിട്ടാണ് SFI പ്രതിഷേധിക്കാത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രജിസ്ട്രാർ KS അനിൽകുമാറിന് ഫയലുകൾ നൽകുന്ന ജീവനക്കാർക്ക് വൈസ് ചാൻസലർ കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനോടൊപ്പം തന്നെ ഫയൽ കൈമാറിയാൽ അച്ചടക്ക നടപടി സ്വീകരിക്കും എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ പേരുകൾ, ഫയലുകൾ രജിസ്ട്രാർക്ക് നൽകിയ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ പേരുകൾ റിപ്പോർട്ട് ചെയ്യാനും വി.സി. നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ ഇപ്പോൾ ആകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. വൈസ് ചാൻസലർ ഒരു വിധേനയും അടുക്കുന്നില്ല. സിൻഡിക്കേറ്റും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി എന്തെങ്കിലും നടപടി ഉണ്ടാകുന്നത് വൈസ് ചാൻസലറുടെ ഭാഗത്തു തന്നെ ആയിരിക്കണം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലക്ഷ്മി, കാര്യങ്ങളാകെ കുറുങ്ങിയിരിക്കുകയാണ് അവിടെ എന്നാണ് ഏതായാലും ഹാൻസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.